Welcome to Happy Life TV. ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ സൗന്ദര്യപിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. സൗന്ദര്യപിണക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് അർത്ഥമില്ല. ആക്ച്വലി സത്യം പറഞ്ഞാൽ സൗന്ദര്യപിണക്കങ്ങൾ എന്ന് പറയുന്നത് അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് സൗന്ദര്യപിണക്കം എന്ന് പറയുന്നത്? രണ്ടുപേർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സൗന്ദര്യപിണക്കങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ബന്ധമാണത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ സൗന്ദര്യപിണക്കവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരിക്കലും നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കരുത് എന്നുള്ളതാണ്. മക്കളുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, ഞങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് പ്രകടിപ്പിക്കാറൊന്നുമില്ല. പക്ഷേ മക്കൾക്ക് രക്ഷിതാക്കളുടെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ വരുന്ന, ഇമോഷനുകളിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് എന്നുള്ളതാണ് കാര്യം. സാധാരണ വീട്ടിലേക്ക് വന്ന പിതാവ് നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന്, അച്ഛനമ്മയുടെ അടുത്ത് വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അല്പസമയമൊക്കെ കുശലമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് റൂമിൽ പോയി വിശ്രമിക്കാറുള്ളത്. പക്ഷെ ഒരു ദിവസം വന്ന് നേരെ തന്നെ വീട്ടിലേക്ക് പോയി റൂമിലേക്ക് ചെന്ന് അവിടെ അങ്ങ് വിശ്രമിച്ച് മാതാവിനോട്, ഭാര്യയോട് സംസാരമൊന്നുമില്ല. ഇത് കാണുന്ന സമയത്ത്, അതേപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സാധാരണ ഉള്ള സംസാരങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ മോൻ ചോദിക്കും, അല്ലെങ്കിൽ മോൾ ചോദിക്കും, എന്താണ് അച്ഛാ ഇന്ന് കാലാവസ്ഥയിൽ ഒരു ചെറിയ വ്യതിയാനം കാണുന്നത് എന്ന്. അപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ തമ്മിലുള്ള ചെറിയ ക്ലാഷുകൾ അല്ലെങ്കിൽ സൗന്ദര്യപിണക്കങ്ങൾ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടായിരിക്കും. ഒരു തവണ ഒരു ചെറിയ കുട്ടി പിതാവിനോട് ചോദിച്ചു, എന്താണ് അച്ഛാ ഈ ജനാധിപത്യം എന്ന് പറയുന്നത്? ആ പിതാവ് പറഞ്ഞു, മോനെ, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വലിയ കാര്യമാണ്, നിനക്കൊന്നും മനസ്സിലാവത്തില്ല. എന്നാലും നീ ചോദിച്ച സ്ഥിതിക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ നീ എടുത്തോ, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സമ്പത്തും കണ്ടെത്തുന്നത് ആരാണ്? അത് ഞാനാണ്. അപ്പോൾ എന്നെ മുതലാളിത്തം എന്ന് വിളിക്കാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് ആരാണ്? അമ്മയാണ്. അപ്പോൾ അമ്മയെ നമുക്ക് ഗവൺമെൻറ് എന്ന് വിളിക്കാം. ഈ വീട്ടിലെ തൊഴിലൊക്കെ എടുക്കുന്ന, ജോലി എടുക്കാൻ വരുന്ന നമ്മുടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ നമുക്ക് തൊഴിലാളി വർഗം എന്ന് വിളിക്കാം. പിന്നെ നിങ്ങളുടെയൊക്കെ കാര്യമാണല്ലോ നടപ്പിലാക്കുക, നിന്നെ പൊതുജനം എന്ന് വിളിക്കാം. നിൻ്റെ ഒരു അനിയനുണ്ടല്ലോ, ആ അനിയനെ നമുക്ക് ഭാവിയുടെ പ്രതീക്ഷ എന്നും പറയാം. മനസ്സിലായോ എന്ന് ചോദിച്ചു. മകൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, അന്ന് രാത്രി തന്നെ അവൻ്റെ കൊച്ചനിയൻ വല്ലാതെ കരയുന്നത് കേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് അവൻ കുറേ സമയം ശ്രദ്ധിച്ചു, ആരെങ്കിലും കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ നോക്കി. ആരും കൊച്ചിനെ എടുത്ത് ആശ്വസിപ്പിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല, അമ്മ അവിടെ ഉറങ്ങുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ റൂമിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് വേലക്കാരിയുള്ള ജോലി ചെയ്യുന്ന സ്ത്രീ കിടന്നുറങ്ങുന്ന റൂമിൽ അച്ഛനുണ്ടായിരുന്നു. അങ്ങനെ മകൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അവൻ തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് ആ കൊച്ചു പയ്യൻ, അവൻ്റെ കൊച്ചനിയൻ മൂത്രത്തിൽ കുളിച്ച് കിടക്കുകയാണ്, മൂത്രത്തിൽ കുളിച്ച് കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് മകൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് ജനാധിപത്യം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താണ് മോനെ? മുതലാളിത്തം തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നു, പാവപ്പെട്ട പൊതുജനം വഞ്ചിക്കപ്പെടുന്നു, പൊതുജനങ്ങളുടെ കാര്യം നോക്കേണ്ട ഗവൺമെൻറ് ഉത്തരവാദിത്വബോധമില്ലാതെ ഉറങ്ങുന്നു, ഭാവിയുടെ പ്രതീക്ഷകൾ മൂത്രത്തിൽ കുളിച്ച് കിടക്കുന്നു. ഇതൊരു കഥയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉള്ളതുകൊണ്ട് മക്കളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സൗന്ദര്യപിണക്കങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൗന്ദര്യപിണക്കങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ മറ്റാരുടെയും സാന്നിധ്യം ഇല്ലാത്ത തരത്തിൽ അവർ തമ്മിലായി അത് തീർക്കുകയും മക്കളെ ഒരു കാരണവശാലും അതിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു തവണ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ, CBSE സ്കൂളിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിൽ പഠിക്കുന്ന ആ പയ്യനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ മാതാവ് പറഞ്ഞു, ഇവൻ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് വീട്ടിൽ പഠിക്കുന്നില്ല, മാർക്കൊക്കെ കുറഞ്ഞു വരികയാണെന്ന് പറഞ്ഞു. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന പയ്യനാണ്.
അപ്പോൾ ഞാൻ അവൻ ഒറ്റയ്ക്ക് ഇരുത്തി അവനുമായി കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് അവൻ എന്നോട് വളരെ ആത്മവിശ്വാസത്തോടു കൂടെ പറഞ്ഞു, സാധാരണ പിള്ളേർ പഠിക്കുന്നില്ല, മാർക്ക് കുറയുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാവുന്നില്ല, ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയാറുള്ളത്. ഈ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ പിന്നെ എന്നതാ പ്രശ്നം? അപ്പോൾ മകൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുറച്ച് മനസ്സമാധാനം കൂടെ വേണം, കുറച്ച് മനസ്സമാധാനം കൂടെ കിട്ടുവാണെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് എന്നും വീട്ടിൽ വന്ന് എൻ്റെ മാതാവുമായിട്ട് വഴക്ക് കൂടും. അപ്പുറത്തെ റൂമിലിരുന്ന് പിതാവും മാതാവും തമ്മിലുള്ള ആ വഴക്ക് കേട്ടുകൊണ്ട് ഈ റൂമിൽ വെച്ചുകൊണ്ട് എനിക്ക് പഠിക്കാനാവുമോ സാറെന്ന് ചോദിച്ചു. മനസ്സമാധാനത്തോടു കൂടി ഇരുന്നാൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, പീസ് ഓഫ് മൈൻഡിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കേണ്ട ഒരു പ്രവർത്തനമാണ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത്. അത് ആ കുട്ടിക്ക് സാധ്യമല്ലായിരുന്നു. പിതാവിനെ വിളിച്ച് കാര്യം ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ കുട്ടിയെ ഇത്രത്തോളം ബാധിക്കുന്നുവെന്ന് ആ പിതാവിന് മനസ്സിലായത്. അപ്പോൾ സൗന്ദര്യപ്പിണക്കങ്ങൾ കുടുംബത്തിലുണ്ടാവാം. അതുണ്ടാവുന്ന സമയത്ത് ഇനി മുതൽ മക്കളെ അറിയാതെ അത് ഭാര്യയും ഭർത്താവും തമ്മിൽ പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, സൗന്ദര്യപ്പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ്. സാധാരണ രീതിയിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പല ദിവസങ്ങൾ, പല ആഴ്ചകൾ, പല മാസങ്ങൾ, ഈവൻ വർഷങ്ങൾ പോലും തെറ്റി നിന്നിട്ടുള്ള, ചെറിയ വിഷയങ്ങളുടെ പേരിലാണെങ്കിൽ പോലും തെറ്റി പിണങ്ങി നിന്നിട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു രാത്രിക്കപ്പുറത്തേക്ക് സൗന്ദര്യപ്പിണക്കങ്ങൾ പോകരുത് എന്നുള്ളതാണ്. ഒരു രാത്രിക്കപ്പുറത്തേക്ക് പിണക്കം കൊണ്ടുപോകരുത്. നാം രാത്രി ബെഡ്റൂമിലേക്ക് വരുമ്പോഴേക്കും അന്നുണ്ടായ പിണക്കം തീർക്കുവാൻ വേണ്ടി, ആദ്യം സോറി പറയുവാൻ വേണ്ടി രണ്ടുപേരും മത്സരിക്കുകയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ ഒരു റിലേഷൻഷിപ്പ് അലൈൻ ചെയ്യുവാൻ, ആ ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അത് എൻ്റെ തെറ്റായിരുന്നു എന്ന് ഏറ്റെടുത്തുകൊണ്ട് സോറി ആദ്യം പറയാനാണ് ഭാര്യയും ഭർത്താവും ഒരു റിലേഷനിൽ ഇനി മുതൽ മത്സരിക്കേണ്ടത്. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് എൻ്റെ തെറ്റായിരുന്നു എന്ന് ഭർത്താവ് ഭാര്യയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ, അടുത്ത തവണ മുതൽ അവരുടെ ബന്ധത്തിൽ തന്നെ ഒരു നല്ല രീതിയിലേക്ക് പോകാൻ അത് കാരണമാവുകയും, മാത്രവുമല്ല ഒരാൾ റെസ്പോൺസിബിലിറ്റി എൻ്റേതാണെന്ന് ഏറ്റെടുക്കും, മറ്റേ ആൾക്കും പശ്ചാത്താപ ബോധം ഉണ്ടാവുകയും അത് അവർ കൂടുതൽ സ്നേഹത്തിലേക്കുള്ളൊരു വഴിയായി മാറുകയും ചെയ്യും. അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ പൂക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.